1940-കളിൽ ഏറനാടിന്റെ തോട്ടം മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സംഘടനയുടെ സംഘാടകൻ പയ്യന്നൂരിൽ നിന്നുള്ള ഈശ്വരൻ നമ്പൂതിരിയായിരുന്നു. അദ്ദേഹം കണ്ണൂരിലേക്ക് തിരിച്ചു പോയപ്പോൾ പകരം ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സഖാവ് കുഞ്ഞാലി. പാർട്ടി നിർദ്ദേശപ്രകാരം കുഞ്ഞാലി സ്വന്തം നാടായ കൊണ്ടോട്ടിയിൽ നിന്ന് നിലമ്പൂരിലെ കാളികാവിലെത്തി. അസംഘടിതരായ തൊഴിലാളികളെ കുഞ്ഞാലി സംഘടിപ്പിച്ചു. വൻകിട ഭൂവുടമകളിൽ നിന്ന് തരിശുഭൂമി കൃഷിക്കാർക്ക് വിട്ടുനൽകാനുള്ള സമരങ്ങൾക്ക് കുഞ്ഞാലി നേതൃത്വം നൽകി. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ കുഞ്ഞാലിക്ക് വലിയ പിന്തുണയാണ് നിലമ്പൂർ മേഖലയിൽ കിട്ടിയത്. മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ CPIM-ന് വലിയ സ്വാധീനമില്ലാതിരുന്ന ഘട്ടത്തിൽ 2 തവണ കുഞ്ഞാലി നിലമ്പൂരിൽ നിന്ന് കേരള നിയമസഭയിലെത്തി. കുഞ്ഞാലിയുടെ സുഹൃത്ത് കുഞ്ഞായ്മൂന്റെ ഓർമ്മകളിൽ എല്ലാം വ്യക്തം. എല്ലാ മതസ്ഥരേറ്റും ഭയങ്കര സന്തുഷ്ടരാളായിരുന്നു. എല്ലാ കാര്യത്തിലും ഇടപെട്ട് കൊടുക്കുക. അത് മുസ്ലിമായാലും ശരി, ഹിന്ദു ആയാലും ശരി, ക്രിസ്ത്യാനിയായാലും ശരി, പ്രശ്നങ്ങൾ എന്തുണ്ടെങ്കിലും അവർക്ക് സഖാവിൻ്റെ വീട്ടിൽ കൈകാര്യം ചെയ്യുന്ന മാതിരി സഖാവ് അവർക്കും വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറായി കണ്ട് അവർക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. സഖാവിൻ്റെ കാലത്ത് ഞങ്ങൾ നല്ലോണം ആത്മാർത്ഥമായി പ്രവർത്തിച്ച് സഖാവിനെ ഭയങ്കര ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾ ജയിപ്പിച്ചൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടങ്ങളൊക്കെ. കുഞ്ഞാലിക്കു നേരെ പലതവണ വധശ്രമങ്ങളുണ്ടായി. പാർട്ടി നേതൃത്വം നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് കുഞ്ഞാലി നിരന്തരം തൊഴിലാളി പ്രശ്നങ്ങളിൽ ശ്രദ്ധ ചെലുത്തി. 1969 ജൂലൈ 26-ന് നിലമ്പൂർ ചുള്ളിയോട്ടങ്ങാടിയിൽ വെച്ച് കുഞ്ഞാലി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കുഞ്ഞാലി വധക്കേസിൽ അന്ന് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവും പിന്നീട് നിലമ്പൂരിലെ MLA-യും മന്ത്രിയുമായ ആര്യാടൻ മുഹമ്മദ് കുറ്റവിമുക്തനാക്കപ്പെട്ടു. 1980-ൽ ആന്റണി കോൺഗ്രസിന്റെ ഭാഗമായി ആര്യാടൻ ഇടതുപക്ഷ പിന്തുണയോടെ നിലമ്പൂരിൽ നിന്ന് ജയിച്ചു. EK നായനാർ മന്ത്രിസഭയിൽ മന്ത്രിയായി. കുഞ്ഞാലിക്കു ശേഷം നിലമ്പൂരിൽ നിന്ന് പാർട്ടി ചിഹ്നത്തിൽ ഒരാളെപ്പോലും വിജയിപ്പിച്ചെടുക്കാൻ CPIM-ന് കഴിഞ്ഞിട്ടില്ല. പാർട്ടി പ്രവർത്തകന്മാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു അത് ആ കാലഘട്ടം. കാരണം സഖാവ് ആര്യാടനാണുള്ള 1-ാം പ്രതി. സഖാവ് പറഞ്ഞതാണുള്ളത്. മരണസമയത്ത് മൊഴി കൊടുത്തുകൊണ്ട് സഖാവ് അതാണ്. മൈസർട്ടോ ജഡ്ജിയോ ഒക്കെ വന്നുകൊണ്ട് മൊഴിയെടുത്തപ്പോഴും ആര്യാടനാണ് ഇഞ്ഞ കൊടിയേച്ചിരിക്കുന്നതാണല്ലോ സഖാവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ആര്യാടന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ടി പറയുമ്പോൾ അന്ന് ഇവിടെയുള്ള സഖാക്കൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലഘട്ടം തന്നെയായിരുന്നു അത്. കേരള രാഷ്ട്രീയത്തിൽ രക്തം കൊണ്ടും ത്യാഗം കൊണ്ടും ചരിത്രമെഴുതിയ മണ്ഡലമാണ് നിലമ്പൂർ. നിലമ്പൂരിൽ K കുഞ്ഞാലിക്ക് ശേഷം പാർട്ടി ചിഹ്നത്തിൽ വിജയിച്ചുകൊണ്ട് M സ്വരാജ് നിയമസഭയിലേക്ക് എത്തുമോ? കാത്തിരുന്നു കാണാം.